ഹായ് ഓൾ. ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് നോക്കുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താന്ന് നോക്കാം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താ? ax² + bx + c where a not equal to 0. ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതായത് എന്താണ്? ax² + bx + c = 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാം. ഓക്കെ, നമുക്കൊരു റെക്ടാങ്കിൾ എടുക്കാം. അതിന്റെ ലെങ്ത് = 2 × b + 1 ആണെന്ന് വിചാരിച്ചോളൂ. ലെങ്ത് = 2 ടൈംസ് ബ്രെഡ്ത്ത് + 1 ആണെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് ഒരു ഏരിയ = 300 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? L × b = 300 എന്ന് നമുക്കറിയാം. The rectangular area = L × b = 300. അതെന്താ? L എന്താ? 2b + 1 × b = 300. 2b + 1 × b എന്ന് പറഞ്ഞാൽ 2b² + b - 300 = 0 എന്നാണ് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരിക. ഈ 300 നമ്മൾ ഈ ഭാഗത്തേക്ക് കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് മാത്തമാറ്റിക്കലി. മാത്തമാറ്റിക്കലായിട്ട് ഈ സിറ്റുവേഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. John and Jeevanti together have 45 marbles. Both of them lost 5 marbles each, and the product of the number of marbles they now have is 124. We would like to find out how many marbles they had to start with. ജോണിന്റെ ജീവന്റിന്റെ കയ്യിൽ 45 മാർബിൾസ് ഒട്ടാക്കുണ്ടായിരുന്നു. രണ്ടാളെ നിന്നും 5 മാർബിൾസ് വീതം നഷ്ടപ്പെട്ടു. എന്നിട്ടോ ഇപ്പൊ അവരുടെ കയ്യിലുള്ള മാർബിൾസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 124 കിട്ടും എന്നാണ് പറയുന്നത്. ഇതൊന്ന് മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ലെറ്റ് ദ നമ്പർ ഓഫ് മാർബിൾസ് ജോൺ ഹാഡ് ബി എക്സ്. ലെറ്റ് ദ നമ്പർ ഓഫ് മാർബിൾസ് ജോൺ ഹാഡ് ബി എക്സ്. ജോണിന്റെ കയ്യിൽ എക്സ് മാർബിൾസ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് പറയാം? ദെൻ the number of marbles Jeevanti had = 45 - x. രണ്ടാളെ അതിൽ കൂടി 45 മാർബിൾസ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പം ജോണിന്റെ എക്സ് ആണെങ്കിൽ മറ്റേ 45 - x കിട്ടും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാളെ 5 മാർബിൾസ് നഷ്ടപ്പെട്ടു. അപ്പം x - 5 ജോണിന്റെ പിന്നെയോ 45 - x - 5 അത് ജീവനിന്റെ കയ്യില്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് 124 കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. x - 5 × 40 - x = 124. ഇത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. x × 40 40x, x × - x -x², 5 × 40 എന്താ? 200. 5 × -x + 5x = 124 എന്ന് കിട്ടി. x² - 45x + 200 = -124. അതായത് എന്താണ്? x² - 45x + 324 = 0. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A cottage industry produces a certain number of toys in a day. The cost of production of each toy in rupees was found to be 55 minus the number of toys produced in that day. On a particular day, the total cost of production was 750 rupees. We would like to find out the number of toys produced on that day. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയിൽ ഒരു certain number of toys ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തിൽ ഒരു certain number of toys ഉണ്ടാക്കുന്നുണ്ട്. Let the number
of toys produced in a day equal to x. അങ്ങനെയാണ് എന്താ പറഞ്ഞത്? The cost of production of each toy was found to be 55 minus the number of toys produced in a day. അപ്പം cost of production of each toy equal to 55 minus number of toys produced in a day. So 55 minus x cost of production കിട്ടി. ഇനിയോ on a particular day the total cost of production was rupees 750. എത്ര ടോയ് ഉണ്ടാകുന്നുണ്ടെന്നും ഒരു ടോയിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാം. അപ്പോൾ എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ് എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുക. അപ്പം ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു എന്താണ്? 750 ഈക്വൽ ടു എന്താണ്? എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ് ഈക്വൽ ടു എന്താ? 55x മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, 55x മൈനസ് എക്സ് സ്ക്വയർ. ഇതിന് നമുക്ക് ഒന്നും കൂടി എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 55x പ്ലസ് 750 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദി ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. തന്നിരിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മുകളിൽ ഒരു സ്ക്വയർ കണ്ട അപ്പൊ ക്വാഡ്രാറ്റിക് ആണെന്ന് പറയരുത്. കാരണം എന്താ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സ്ക്വയർ പോവാം, ക്യാൻസൽ ആയി പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഏതെങ്കിലും ഇക്വേഷന്റെ മുകളിൽ സ്ക്വയർ കണ്ട അത് ക്വാഡ്രാറ്റിക് ആണെന്ന് പറയാൻ നിൽക്കരുത്. എക്സ്പാൻഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഓരോന്ന് വിധം നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 2x മൈനസ് 3. x minus 2 whole square എന്താ? x square plus 4 minus 4x plus 1 equal to 2x minus 3. ഇതിനെ ഒക്കെ ഇപ്പുറത്തേക്ക് എടുക്കാം. x square plus 4 minus 4x plus 1 minus 2x plus 3 equal to 0. x square വന്നു. x square minus 4x minus 2x എന്താ? minus 6x plus 4 plus 1 എന്ന് പറഞ്ഞാൽ plus 5 plus 5 plus 3 എന്ന് പറഞ്ഞാൽ plus 8 equal to 0. x square minus 6x plus 8 equal to 0. അപ്പം എന്താ? this is a quadratic equation. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. x into x plus 1 plus 8 equal to x plus 2 into x minus 2. x into x plus 1 എന്ന് പറഞ്ഞാൽ എന്താ? x square plus x plus 8 equal to x square minus 4. x square minus 4 നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പം x square plus x plus 8 minus x square plus 4 equal to 0. അതായത് എന്താ? പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആവും, മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആവും. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോയി. അപ്പം എന്താ? എക്സ് പ്ലസ് എന്താ? 8 + 4 പറഞ്ഞാൽ 12 ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ദിസ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കാരണം എന്താ? എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ല. എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ലെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഇൻറ്റു 2x plus 3 equal to x square plus 1. x into 2x എന്ന് പറഞ്ഞാൽ എന്താ? 2x square plus 3x equal to x square plus 1. x square plus 1 നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. 2x square plus 3x minus x square minus 1 equal to 0. 2x square minus x square എന്ന് പറഞ്ഞാൽ x square plus 3x minus 1 equal to 0. അപ്പം എന്താണ്? ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. കാരണം എന്താ? എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ്
2 whole cube equal to x cube minus 4. x plus 2 whole cube ആണ് എന്താ x cube plus y cube plus 3 into x square into 2, 3 into x square into 2 plus 3 into x into 2 square equal to x cube minus 4. ഇതെന്താ x cube plus y cube, y cube അല്ല y എന്ന് പറയുമ്പോൾ എന്താ 2 ആണ്, 2 cube പറഞ്ഞാൽ 8 പ്ലസ് 3 into x square into 2 അപ്പോൾ എന്താ 6x square പ്ലസ് 3x into 4 എന്ന് പറഞ്ഞാൽ 12x. അപ്പുറത്തുള്ളത് ഇങ്ങോട്ട് എടുക്കുക മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 4 ഈക്വൽ ടു 0. ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, എക്സ് ക്യൂബ് ക്യാൻസൽ ആയിപ്പോയി. ഇവിടെയോ 6x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 12 ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് ഇത്? ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് equation.